ഇക്കയുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കമൻ്റ് ഉണ്ട്. ഇക്ക ഒരു പക്ഷെ കണ്ടു കാണുമായിരിക്കും. നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ ഇക്കയുടെ വരികളല്ല, ഇക്ക മോഷ്ടിച്ചെടുത്താണ്. മോഷ്ടിച്ചെടുത്ത ദുഷ്ടനോട് ഞങ്ങൾക്ക് വിരോധമാണ് എന്ന് പറഞ്ഞവനോട് ഈ നിമിഷം എന്തെങ്കിലും പറയാനുണ്ടോ? എന്ത് പറയാൻ, അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പറയും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത്, കണ്ണീരൊഴുക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടി, ഒരു പാട്ട് എങ്ങനെയോ പാടി അത് ജനങ്ങൾ ഹിറ്റാക്കി തന്നു. ഞാനല്ലല്ലോ തരംഗം ഉണ്ടാക്കിയത്. താജുദ്ദീൻ വടകര തരംഗം ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ ദിവസം ഉണ്ടായിക്കൂടെ അജിബായി? അത് ജനങ്ങളല്ലേ സ്വീകരിച്ചിട്ട് എനിക്കൊരു ജീവിതം തന്നെ. ഈ പഴയ ഫാത്തിമയെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാണുകയുണ്ടായോ? ഈ ഇൻ്റർവ്യൂ നമുക്ക് വേണ്ടി ഒന്ന് വിളിക്കാവോ? കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. അങ്ങനെ എല്ലാവരും നെഞ്ചിലേറ്റിയ ഇക്കയുടെ കൂടെ അഭിനയിച്ച് നമ്മുടെ എല്ലാവരുടെയും ഫാത്തിമ അല്ലേ? ഹലോ വിന്നി. പിന്നെ ഞാൻ മില്ലേനിയത്തിൻ്റെ ഒരു ടീം നമ്മളെല്ലാവരും ഉണ്ട്. മില്ലേനിയത്തിൻ്റെ അവർ വീട്ടിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിലാണുള്ളത്. ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അജിൻ. അപ്പോൾ ഈ വിശേഷം നിന്നെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ നമ്പർ എൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഹലോ ഹലോ ഫാത്തിമ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എങ്ങനെ പ്രണയിക്കണം എന്നൊക്കെ ഞങ്ങളെ കാണിച്ചു തന്ന രണ്ട് വ്യക്തികളാ. എനിക്ക് ഒത്തിരി സന്തോഷം മില്ലേനിയത്തിന്റെ ഈ ഒരു ടീമിന്റെ കൂടെ അതിന്റെ ആ ഒരു സക്സസിന്റെ പാട്ടാവാൻ കഴിഞ്ഞതില്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു സന്തോഷം ഇപ്പോഴും എല്ലാരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതില് ഞാനും വളരെ ഹാപ്പിയാണ്. നമ്മള് ഇത്രയും വലിയ കലാകാരന്മാർ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഇപ്പം മില്ലേനിയം സജിക്കാണെങ്കിലും താജുക്കാണെങ്കിലും അവരോടായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എന്നാലും അവരുടെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് എപ്പോഴും പ്രൗഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എപ്പോഴും തരുന്നത്. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഫാത്തിമ ഇപ്പൊ 21 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എപ്പോഴെങ്കിലും അന്ന് അഭിനയിക്കുന്ന സമയത്ത് ഫാത്തിമ ചിന്തിച്ചിരുന്നോ ഈ 2025 ആളുകൾ ഇത് ഏറ്റെടുക്കുമെന്ന്? ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും. ഈവൻ ആ ഒരു ടൈമിൽ പോലും ഞാൻ ഇതിനെ കുറിച്ച് ഒട്ടും അവെയർ ആയിരുന്നില്ല. ഇത്രയും വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്ങിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇത് ഇത്രയും ആഫ്റ്റർ 20 years 25 years ആൾക്കാർ ഇത്രയും വലിയ കാര്യമായിട്ട് ഇത് ഏറ്റെടുക്കുന്നു, ജനഹൃദയങ്ങളിൽ ഇത് നിൽക്കുന്നു, ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പം ഇനി നമ്മൾ ഒരുമിച്ചിരിക്കണം കേട്ടോ. ഫാത്തിമയും താജിക്കും ഞാനും നമുക്ക് ഒരുമിച്ചിരിക്കണം. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ളൊരു ഒരു അവസരം ദൈവം ഉണ്ടാക്കി തരട്ടെ. തീർച്ചയായിട്ടും എനിക്കിടെ കൊടുക്കാം. ഫോൺ വെക്കുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രേക്ഷകരുടെ റിക്വസ്റ്റ് ആണ്, അന്ന് പാടിയ ഫാത്തിമയ്ക്ക് വേണ്ടി ഇന്നൊന്ന് പാടാവോ? അപ്പോൾ എന്തായാലും വിന്നിക്ക് വേണ്ടി ഞാൻ 4 വരി പാടണം എന്നാ പറയുന്നത്. ഞങ്ങളുടെ ഫാത്തിമയ്ക്ക് വേണ്ടി താജിക്ക് പാടും. കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഒരു നാളിൽ ഞാനവിടെ വരുന്നുണ്ട് പൂമോളെ, മഹർമാലയണിയിക്കാൻ നിൻ ചാരേ, താളമേളം ഇല്ലാതെ നാരികളൊപ്പന പാടാതെ നിന്നെ ഞാനൻ സ്വന്തമാക്കിടാൻ നിന്നല്ലേ.